നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് വയനാട് 45%, ചേലക്കരയിൽ 44 എന്നുള്ളതാണ്. വയനാട് മണ്ഡലത്തിൽ പൊതുവെ ഒരു മന്ദഗതി ഉണ്ട്. അവിടെ ഏറനാട് ഈ ചേലക്കരയെ സംബന്ധിച്ച് ലാസ്റ്റ് കണക്ക് വന്നിട്ടില്ല. എനിക്കൊന്ന് 2 മണിക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന കണക്ക് വരുന്നതോടുകൂടി 50-ന് മുകളിലേക്ക് വയനാട് മാത്രം 2:20 അപ്ഡേറ്റ് വരികയാണ്. അങ്ങനെ രണ്ടിടങ്ങളിലും പോളിംഗ് നടക്കുമ്പോൾ ചേലക്കരയിൽ നല്ല പോളിംഗ് ആയിരുന്നു. 9 മണ്ഡലങ്ങൾ 9 പഞ്ചായത്തുകളിലും രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. വയനാട് ചെറിയ ഒരു മന്ദത ഉച്ചയോടുകൂടി അനുഭവപ്പെട്ടു. 45 എന്നാണ് ഏറ്റവും ഒടുവിലായി കണക്കിൽ വരുന്നത്. ആ കണക്ക് പ്രകാരമാണെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം കുറയാൻ സാധ്യത കൂടി. അതേസമയം ചേലക്കരയിൽ പോളിംഗ് കുറയില്ല, കൂടുമെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ആരാണുള്ളത്? ചേലക്കരയുടെ വിധിയെഴുത്ത് നൽകാനായി നമ്മുടെ റിപ്പോർട്ടർമാർ അവിടെയുണ്ട്. AK സ്റ്റെഫിനും ഉണ്ട്, ഷിനോ ജസ്റ്റിയും ഉണ്ട്. സ്റ്റെഫിൻ ഇപ്പോൾ ഏത് ബൂത്തിലാണ് നിൽക്കുന്നത്? ഇപ്പോൾ ഈ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ആളുകൾ വീണ്ടും വോട്ട് ചെയ്യാനായി ഈ ബൂത്തിലേക്കൊക്കെ എത്തി തുടങ്ങിയോ? അഭിലാഷ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 79ാമത്തെ ബൂത്തിലാണ്. ഇവിടെ ഇപ്പോൾ പോളിംഗ് മന്ദഗതിയിലായിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞതോടുകൂടി തിരക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ അപേക്ഷിച്ച് വളരെയധികം കുറവായി. ഏതാണ്ട് 1100 ചില്ലുവാനും വോട്ടർമാരാണ്, 1119 വോട്ടർമാരാണ് ആകെ ഈ ബൂത്തിലുള്ളത്. അതിലേതാണ്ട് 400-നും 500-നും ഇടയ്ക്ക് വോട്ടുകൾ 400 വോട്ടുകൾ മാത്രമേ ഏതാണ്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. മറ്റ് 2 ബൂത്തുകൾ കൂടി ഇവിടെ ഉണ്ട്. 80-ഉം 81-ഉം ബൂത്തുകളാണുള്ളത്. അവിടെയും കാര്യമായ തിരക്കുകളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. രാവിലെ മുതൽ തന്നെ ഈ ശ്രീമൂലം തിരുനാൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ മറ്റ് പല സ്ഥലങ്ങളിലും, ചേലക്കരയിൽ നമ്മൾ നേരത്തെ പോയ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ പ്രശ്നബാധിത ബൂത്ത് ഉണ്ട് ഇതിന് തൊട്ടടുത്ത് തന്നെ. അവിടെയൊക്കെ തന്നെ വലിയ തോതിലുള്ളൊരു പോളിംഗ് രാവിലെയൊക്കെ കാണാൻ കഴിയുമായിരുന്നെങ്കിൽ ഇവിടെ അങ്ങനെയില്ല, ഒരു മന്ദഗതിയിലാണ്. ഇപ്പോൾ ഏതായാലും കുറച്ചൊക്കെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഏതാണ്ട് ഇപ്പോൾ നമുക്കൊരു ക്യൂ ഇവിടെ രൂപപ്പെട്ടതായിട്ടൊക്കെ കാണാം. ഏതാണ്ട് ഒരു 10 താഴെ ആളുകൾ മാത്രമേ ഇപ്പോഴും എന്നാലും ഇവിടെ ഉള്ളൂ. ഏതായാലും വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പാണ് ചേലക്കരയിൽ എന്നതിൽ സംശയമില്ല. അല്പം മുമ്പ് ഒരു മനോഹരമായ കാഴ്ച നമ്മളിവിടെ കണ്ടിരുന്നു. അതായത് ചേലക്കര സ്വദേശിനിയായിട്ടുള്ള ഹർഷിന യുവതി കല്യാണത്തിന് ശേഷം, ഇന്നായിരുന്നു അവരുടെ വിവാഹം, അതിനുശേഷം ഭർത്താവുമൊത്ത് ഇവിടെ വന്ന് വോട്ടിട്ടതിന് ശേഷം മടങ്ങിപ്പോയ ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് 81ാമത്തെ ബൂത്തിലായിരുന്നു അവർ വോട്ടിട്ട് മടങ്ങിയത്. രാമനാട്ടുകരയിലേക്കാണ് അവർ ഇനി യാത്ര ചെയ്യുന്നത്. അതിനുശേഷം വോട്ടിട്ടതിന് ശേഷം അവർ ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. ഏതായാലും കാര്യമായ തിരക്ക് ഇപ്പോൾ ചേലക്കരയിൽ ഞാൻ നിൽക്കുന്ന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ ഇല്ല. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തവണ 77% എത്തിയതാണ്. ഇപ്പോൾ തന്നെ ഒടുവിലത്തെ കണക്ക് വരുമ്പോൾ 50% മുകളിൽ പോളിംഗ് ഉയർന്നിട്ടുണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 77-ലോ 78-ലോ ഒക്കെ പോളിംഗ് ശതമാനം എത്താനുള്ള സാധ്യതയാണ് ഈ ബൂത്ത് ഏജന്റുമാരും പാർട്ടി പ്രവർത്തകരും ഒക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ സ്റ്റെഫിനാണ് ചേലക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ചാണ് പുതിയ അപ്ഡേറ്റ് പ്രകാരം 50 ക്രോസ് ചെയ്തിരിക്കുന്നു ചേലക്കര എന്ന് ഉള്ളതാണ്. ഷിനോ ജസ്റ്റി കൂടി വാഴാലിക്കാവ് എന്ന മേഖലയിൽ നിന്നും. വളരെ മനോഹരമായ സ്ഥലമാണ് ഈ വാഴാലിക്കാവ്. ഷിനോജ്, ഇപ്പോൾ സാധാരണ നിലയിൽ നമുക്കറിയാം ഏത് തെരഞ്ഞെടുപ്പിൽ ഉച്ചയോടുകൂടി പോളിംഗ് ഒന്ന് മന്ദീഭവിക്കും, വെയിലൊക്കെയാണ്, വെയിലൊന്ന് ആറിയിട്ട് 3 മണിക്ക് ശേഷം വരാം എന്നാണ് പൊതുവെ ആളുകൾ പിന്നെ വിചാരിക്കുക. ഇപ്പോൾ എന്താണ് ബൂത്തിലൊക്കെ ഒരു ആലസ്യത്തിൻ്റെ അന്തരീക്ഷമാണോ? പക്ഷേ രാവിലെ മുതൽ തന്നെ ചേലക്കര വലിയ രീതിയിലുള്ള പോളിംഗ് ആയിരുന്നു രാവിലെ മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 7 മണിക്കാണ് പോളിംഗ് തുടങ്ങിയതെങ്കിൽ കൂടി രാവിലെ 6:30 കൂടി തന്നെ എല്ലാ ബൂത്തുകളിലും പരമാവധി നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് വാഴാലിക്കാവല്ല, തോന്നൂർക്കരയാണ്. തോന്നൂർക്കരയിലെ 78 നമ്പർ ബൂത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ രാവിലെ വരുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. ആ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ നിൽക്കുന്ന ആളുകൾ പലരും 1.5-2 മണിക്കൂറായി ഈ തിരക്കിൽ ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണ്. ഈ അമ്മമാരൊക്കെ ഏകദേശം 12 മണി കഴിഞ്ഞ സമയത്ത് ഇവിടെ എത്തിയതാണ്. ഇപ്പോഴും ഇവർ ക്യൂവിൽ തന്നെയാണ്. എപ്പോൾ എത്തിയതാ? 12 മണിക്ക്. 12 മണി കഴിച്ചോ? ഭക്ഷണമെല്ലാം കഴിച്ചോ? കുറച്ച് കഴിച്ചിട്ട് പോകുന്നത്. എപ്പോ എത്തി? ഇവിടെ ഒന്ന് തലകറങ്ങി വീഴാൻ പറ്റില്ലല്ലോ. ഇവിടെ ഒന്ന് തലകറങ്ങി വീഴാൻ പറ്റില്ലല്ലോ. എപ്പോ എത്തിയ? 12 മണി. വോട്ടിട്ടേ പോകുന്നുള്ളൂ. വോട്ട് കഴിഞ്ഞിട്ടേ പോകുള്ളൂ. വോട്ട് കഴിയാതെ മോശമല്ലേ? എപ്പോ എത്തിയതാ? 12 മണി. 12 മണിക്കാണ്. വോട്ട് കഴിഞ്ഞിട്ട് തന്നെ പോകുള്ളൂ. ഒരു വോട്ടിന് വേണ്ടിയിട്ടല്ലേ ഈ തരത്തിൽ വരുന്നത്. ഇങ്ങനെ വരുന്നത് ഒരു വോട്ടിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ടേ പോകണുള്ളൂ. അത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ. എന്തായാലും ഇവരെല്ലാം തന്നെ 12 മണി അടുപ്പിച്ച സമയത്ത് എത്തിയതാണ്. ഇതിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അവരും തിരക്ക് രാവിലെ തിരക്ക് കുറവായിരിക്കുമല്ലോ, ഉച്ചയ്ക്ക് തിരക്ക് സാധാരണ ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ നമുക്കറിയാം ഉച്ചയ്ക്ക് ഒരു സമയത്ത് ഒരു 1 മണി സമയം മുതൽ ഒരു 3 മണി വരെയൊക്കെ തിരക്ക് വളരെ കുറവായിരിക്കും. ആ സമയത്ത് പെട്ടെന്ന് വോട്ടിട്ടിട്ട് പോകാമെന്ന് കരുതിയൊക്കെ എത്തുന്ന ആളുകളാണ്. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ വലിയ രീതിയിൽ തിരക്കുണ്ട്. ചേച്ചി എപ്പോൾ എത്തി?
1 മണിക്ക് തിരക്കില്ലെന്ന് ഇറങ്ങിയതായിരിക്കും അല്ലേ? തിരക്കാ. അമ്മ കഴിച്ചായിരുന്നോ? കഴിച്ചോ? കഴിച്ചിട്ടില്ല. തിരക്കില്ലെന്ന് വിചാരിച്ചു വന്നാണ്. പക്ഷെ ഇവിടെ ഒന്ന് പെട്ടുപോയി അല്ലേ? എന്തായാലും ഇത്തരത്തിൽ പെട്ടുപോയ ആളുകളും ഉണ്ട് ഇവിടെ. പക്ഷേ ചേലക്കര വലിയ ആഹാരം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അതൊക്കെ ഉപേക്ഷിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഷിനോജ് കഴിച്ചായിരുന്നോ? സമയം കണ്ടെത്തിയോ? ഈ PCR ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും, എങ്ങനെ കൈയും കഴിക്കൂ? നമുക്കിടയ്ക്ക് സമയം ഉണ്ടായിരുന്നു, കഴിക്കായിരുന്നു. കിട്ടിയ സമയത്ത് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്തായാലും ആവേശപൂർവ്വം, അത്യാവേശപൂർവ്വം ചേലക്കരയിൽ വിധിയെഴുതുകയാണ് എന്നറിയുന്നതിൽ സന്തോഷം.